പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വിശ്വസിക്കുന്നതിനും ആ വിശ്വാസം ഏറ്റവും ആത്മാർത്ഥതയോടുകൂടി ഏറ്റുപറയുന്നതിനും ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥായ നീക്കും. That's right.
എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സകലത്തിന്റെയും നാഥായ നീക്കും. ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവൻ, ആത്മാക്കളെ രക്ഷിക്കുന്നവൻ, ജീവനെ അനുദിനം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ നീക്കും. പരിശുദ്ധനും സുന്ദരനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വളരുന്നതിന് ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥായ നീക്കും. അവിടെ നിന്ന് പറഞ്ഞു, അടിമത്തത്തിന്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് എന്നെ മോചിപ്പിച്ചു കൊണ്ടുവന്ന എന്റെ ദൈവമായ കർത്താവ് ഞാനാണ്. ഞാനല്ലാതെ മറ്റൊരു ദൈവവും നിനക്കുണ്ടാക്കരുത്, നിനക്കായി ഒരു വിഗ്രഹവും ഉണ്ടാക്കരുത്. മുകളിൽ ആകാശത്തോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലെ ജലത്തിലുള്ള ഒന്നിന്റെയും പ്രതിമ ഉണ്ടാക്കരുത്. നീ അവയെ കുറിച്ച് ആരാധിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. എന്നാൽ നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ എന്നെ വെറുക്കുന്നവരുടെ 3-4 തലമുറകൾ വരെയുള്ള മക്കളെ അവരുടെ പിതാക്കന്മാരുടെ തിന്മ മൂലം ശിക്ഷിക്കുന്ന അസ്പൃശ്യമായ ദൈവമാണ്. എന്നാൽ എന്നെ സ്നേഹിക്കുകയും എന്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരോട് 1000 തലമുറ വരെ ഞാൻ കാര്യം കാണിക്കും. നിന്റെ ദൈവമായ കർത്താവിന്റെ നാമം വൃഥാ ഉപയോഗിക്കരുത്. തന്റെ നാമം വൃഥാ ഉപയോഗിക്കുന്നവരെ കർത്താവ് ശിക്ഷിക്കാതെ വിട്ടയക്കുകയില്ല.
നിന്റെ ദൈവമായ കർത്താവ് കൽപ്പിച്ചതുപോലെ സാപത്ത് ആചരിക്കുക, വിശുദ്ധമായി കൊണ്ടാടുക. 6 ദിവസം അധ്വാനിക്കുകയും എല്ലാ ജോലികളിലും നിർവഹിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്നാൽ 7-ാം ദിവസം നിന്റെ ദൈവമായ കർത്താവിന്റെ സാപത്താണ്. അന്ന് ഒരു ജോലിയും ചെയ്യരുത്. നീ നിന്റെ മകനോ മകളോ ദാസനോ ദാസിയോ കാളയോ കഴുതയോ മൃഗങ്ങൾ ഏതെങ്കിലുമോ നിന്റെ പട്ടണത്തിലുള്ള പരദേശിയോ ഒരു ജോലിയും ചെയ്യരുത്. നിന്നെ പോലെ തന്നെ നിന്റെ ദാസനും ദാസിയും വിശ്രമിക്കട്ടെ. നീ ഈജിപ്തിൽ ദാസനായിരുന്നെന്നും നിന്റെ ദൈവമായ കർത്താവ് തന്റെ കരുത്തിന്റെ കരം നീട്ടി അവിടെ നിന്ന് നിന്നെ മോഷ്ടിച്ചു കൊണ്ടുവന്നെന്നും ഓർമ്മിക്കുക. അതുകൊണ്ട് സാമ്പത്തിക ദിവസം ആചരിക്കാൻ അവിടുന്ന് നിന്നോട് കൽപ്പിച്ചിരിക്കുന്നു. നീ ദീർഘനാൾ ജീവിച്ചിരിക്കുവാനും നിന്റെ ദൈവമായ കർത്താവ് തരുന്ന നാട്ടിൽ നിനക്ക് നന്മയുണ്ടാകുവാനും വേണ്ടി അവിടുന്ന് കൽപ്പിച്ചിരിക്കുന്ന പോലെ നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. കർത്താവിൻ പ്രിയനാം നീതിയെഴുന്നവനെ അവനെ സ്നേഹിപ്പിൻ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ സത്ഫലമേകും തിരുസഭതൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. നിത്യപിതാവിനും സുതനും ഊഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. ശിവദായകമായ തിരുവചനം ശ്രദ്ധയോടുകൂടി ശ്രമിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും അതിനനുസരിച്ച് ജീവിക്കുന്നതിനും ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. സകലത്തിനെയും നാഥായ നീക്കും. പ്രിയപ്പെട്ടവരെ, ഈ വാഗ്ദാനങ്ങൾ നമുക്കുള്ളതിനാൽ ശരീരത്തിന്റെയും ആത്മാവിന്റെയും എല്ലാ അശുദ്ധിയിൽ നിന്നും നമ്മെ തന്നെ ശുചീകരിക്കുകയും ദൈവഭയത്തിൽ വിശുദ്ധി പരിപൂർണമാക്കുകയും ചെയ്യാം. പശ്ചാത്താപത്തിൽ സന്തോഷം നിങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങൾക്കിടമുണ്ടായിരിക്കട്ടെ. ഞങ്ങൾ ആരെയും ദ്രോഹിച്ചിട്ടില്ല, ആരെയും മുറിപ്പെടുത്തിയിട്ടില്ല, ആരെയും വഞ്ചിച്ചിട്ടില്ല. നിങ്ങളെ കുറ്റപ്പെടുത്താനല്ല ഞാനിത് പറയുന്നത്. ഒന്നിച്ചു മരിക്കാനും ജീവിക്കാനും വേണ്ടി നിങ്ങളെ ഞങ്ങളുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുകയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. എനിക്ക് നിങ്ങളിൽ ഉത്തമ വിശ്വാസമുണ്ട്, നിങ്ങളെക്കുറിച്ച് വലിയ അഭിമാനമുണ്ട്. ഞാൻ ആശ്വാസഭരിതനായിരിക്കുന്നു. ഞങ്ങളുടെ ക്ലേശങ്ങളിലെല്ലാം ഞാൻ ആനന്ദപൂരിതനാണ്. ഞങ്ങൾ മക്കെദോന്യയിൽ ചെന്നപ്പോൾ പോലും ഞങ്ങൾക്കൊരു വിശ്രമവും ഇല്ലായിരുന്നു. എന്ന് മാത്രമല്ല, ക്ലേശങ്ങൾ സദാ ഞങ്ങളെ അലട്ടിക്കൊണ്ടിരുന്നു. പുറമേ മത്സരം, അകമേ ഭയം. എന്നാൽ ആശയറ്റവരെ സമാശ്വസിപ്പിക്കുന്ന ദൈവം തീത്തോസിന്റെ സാന്നിധ്യം വഴി ഞങ്ങൾക്ക് ആശ്വാസം നൽകി. സാന്നിധ്യത്താൽ മാത്രമല്ല, നിങ്ങളെ പ്രതി അന്നുണ്ടായിരുന്ന സംതൃപ്തി മൂലവും നിങ്ങൾക്ക് എന്നോടുള്ള താല്പര്യത്തെയും സഹതാപത്തെയും തീക്ഷ്ണതയെയും കുറിച്ച് അവൻ പറഞ്ഞപ്പോൾ ഞാൻ അത്യധികം സന്തോഷിച്ചു. എന്റെ എഴുത്ത് നിങ്ങളെ ദുഃഖിപ്പിച്ചുവെങ്കിലും എനിക്കതിൽ സങ്കടമില്ല. വാസ്തവത്തിൽ നേരത്തെ എനിക്ക് സങ്കടമുണ്ടായിരുന്നു. എന്തെന്നാൽ ആ എഴുത്ത് നിങ്ങളെ കുറച്ചു കാലത്തേക്ക് മാത്രമെങ്കിലും ദുഃഖിപ്പിക്കുകയുണ്ടായല്ലോ. ഇപ്പോഴാകട്ടെ ഞാൻ സന്തോഷിക്കുന്നു. നിങ്ങളെ ദുഃഖിപ്പിച്ചത് കൊണ്ടല്ല, മറിച്ച് നിങ്ങളുടെ ദുഃഖം പശ്ചാത്താപത്തിലേക്ക് നയിച്ചതുകൊണ്ട്.
നിങ്ങളുടെ ദുഃഖം ദൈവത്തിന്റെ പ്രകാരമായിരുന്നതുകൊണ്ട് ഞങ്ങൾ വഴി നിങ്ങൾക്ക് ഒരു നഷ്ടവും ഉണ്ടായിട്ടില്ല. ദൈവത്തിന്റെ പ്രകാരമുള്ള ദുഃഖം രക്ഷാകരമായ പശ്ചാത്താപം ജനിപ്പിക്കുന്നു. അതിൽ ഭേദത്തിന് അവകാശമില്ല. എന്നാൽ ലൗകികമായ ദുഃഖം മരണത്തിലേക്ക് നയിക്കുന്നു. ദൈവികമായ ഈ ദുഃഖം എത്രയധികം ഉത്സാഹവും നിഷ്കളങ്കത തെളിയിക്കാനുള്ള താല്പര്യവും ധാർമ്മിക രോഷവും ഭയവും ആകാംക്ഷയും തീഷ്ണതയും നീതിവാഞ്ചിയുമാണ്. നിങ്ങളിലെല്ലാം ഉളവാക്കിയിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും നിങ്ങൾ നിർദോഷരാണെന്ന് എല്ലാ പ്രകാരത്തിലും തെളിയിച്ചിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുവിനെ സ്തുതി. സമാധാനം നിങ്ങളോടുകൂടെ. ഈശോമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 3-ാം അധ്യായം 13 മുതലുള്ള തിരുവചനങ്ങൾ. അവൻ മലയിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു. അവർ അവന്റെ സമീപത്തേക്ക് ചെന്നു. തന്നോടുകൂടി ആയിരിക്കുവാൻ പ്രസംഗിക്കുവാൻ അയക്കുന്നതിനും പിശാചുക്കളെ ബഹിഷ്കരിക്കുവാൻ അധികാരം നൽകുന്നതിനുമായി അവൻ 12 പേരെ നിയോഗിച്ചു. അവർ പത്രോസ് എന്ന് അവൻ പേര് നൽകിയ ശെമിയോൻ, ഇടിമുഴക്കത്തിന്റെ പുത്രന്മാർ എന്നർത്ഥമുള്ള ബൊവനർഗസ് എന്ന പേര് നൽകിയ സെബദി പുത്രന്മാരായ യാക്കോബും സഹോദരൻ യോഹന്നാൻ, അന്ത്രയോസ്, ഫിലിപ്പോസ്, ബർത്തലോമിയ, മത്തായി, തോമസ്, ഹൽപ്പയുടെ പുത്രൻ യാക്കോബ്, തദേവൂസ്, കാനാനായ ശെമിയോൻ, യേശുവിനെ ഒറ്റക്കൊടുത്ത യൂദാസ് കറിയോത്ത എന്നിവരാണ്. നമ്മുടെ കർത്താവായ യേശുവിനെ സ്തുതി. യേശു എന്നെ വിളിക്കുന്നു. അതിരൂപതാ ദൈവദിനം 2025. മിശിഹായ പ്രിയപ്പെട്ടവരെ, ദൈവത്തോടുള്ള സന്തോഷം നിറഞ്ഞ ഒരു ജീവിതത്തിലേക്കാണ് എല്ലാ മനുഷ്യരെയും ദൈവം വിളിച്ചിരിക്കുന്നത്. സകല മനുഷ്യർക്കുമുള്ള ഈ ദിവ്യക്ഷണം ക്രൈസ്തവന നമുക്ക് ലഭിക്കുന്നത് പൗരോഹിത്യ സന്യാസ ജീവിതത്തിലേക്കും കുടുംബ ജീവിതത്തിലേക്കും ഏകസ്വ ജീവിതത്തിലേക്കും നൽകപ്പെടുന്ന വ്യക്തിപരമായ ഉൾവിളിയിലൂടെയാണ്. ഈ 3 ജീവിതാസ്തുകൾ അന്തസ്സുകളിലേക്ക് ഓരോരുത്തരെയും വിളിക്കുന്നത് ദൈവം തന്നെയാണെങ്കിലും ദൈവവിളി എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണയായി ഉദ്ദേശിക്കുന്നത്
പൗരോഹിത്യ സന്യാസ ജീവിതത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പിനെയാണ്. അതിരൂപത ദൈവവിളി ദിനമായിരുന്നു പൗരോഹിത്യ സന്യാസ ദൈവവിളിയെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഈശോയോടൊപ്പം ജീവിച്ചുകൊണ്ട് ഈശോയുടെ ശുശ്രൂഷയിൽ പങ്കുചേരുവാനാണ് പൗരോഹിത്യത്തിലേക്കും സന്യാസത്തിലേക്കും ഒരാളെ ദൈവം വിളിക്കുന്നത്. ഈ വിളി ശ്രമിക്കുവാനും സ്വീകരിക്കുവാനും നമ്മുടെ മക്കളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഓരോ കുടുംബത്തിനും ഇടവഴിക്കും പ്രത്യേക കടമയുണ്ട്. 10ാം ക്ലാസ് പഠനമാണ് സെമിനാരിയിലോ കന്യാസ്ത്രീ മഠത്തിലോ ചേരുവാനുള്ള അടിസ്ഥാന യോഗ്യത. +2 പഠനത്തിന് ശേഷവും ബിരുദാനന്തര പഠനങ്ങൾക്ക് ശേഷവും ദൈവവിളിയുടെ തിരിച്ചറിവിലൂടെ തിരിച്ചറിയുന്നവരുടെ എണ്ണം കൂടി വരുന്നുണ്ട്. ജീവിതത്തിൽ ആരായി തീരുവാനാണ് ആഗ്രഹം എന്ന ചോദ്യം കുട്ടികളോട് മാതാപിതാക്കളും ഗുരുജനങ്ങളും പലപ്പോഴും ചോദിക്കാറുള്ളതാണല്ലോ. എന്നാൽ നീ ആരായി തീരാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്ന ചോദ്യത്തെ കുറിച്ച് ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടതുണ്ട്. അതിനുള്ള ഒരവസരമായി ഈ ദൈവവിളി ദിനത്തെ മനസ്സിലാക്കാം. ഓരോ മനുഷ്യ വ്യക്തിയെ കുറിച്ചുമുള്ള ദൈവത്തിന്റെ പദ്ധതി ധ്യാനപൂർവ്വം ഗ്രഹിക്കുവാൻ നമുക്ക് കടമയുണ്ട്. എനിക്കൊരു അച്ഛനാകണം, എനിക്കൊരു സിസ്റ്ററാകണം എന്നൊക്കെ ഒരു കുട്ടിക്ക് തോന്നിയാൽ അത് ദൈവവിളിയുടെ ലക്ഷണമാകാം. ചിലപ്പോൾ വികാരി അച്ഛനോ സന്യാസിമാരും അധ്യാപകരും മാതാപിതാക്കളും ഒരു കുട്ടിയോട് നീ ഒരു വൈദികനാകാനുള്ള സാധ്യതയുണ്ട്, നീ ഒരു സിസ്റ്ററാകുവാനുള്ള സാധ്യതയുണ്ട്, ഇതും ദൈവവിളിയുടെ സൂചനയാകാം. പൗരോഹിത്യ സന്യാസ ജീവിതത്തോട് താല്പര്യമുള്ളവരെയും ആ ജീവിതാന്തസ്സിന് യോഗ്യരാണ് എന്ന് തോന്നുന്നവരെയും പ്രോത്സാഹിപ്പിക്കുക എന്നത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ്. കർത്താവാണ് ബാലനെ വിളിച്ചത് എന്ന് മനസ്സിലാക്കി കർത്താവ് അരുൾ ചെയ്താൽ അങ്ങനെ ദാസനിത ശ്രമിക്കുന്നു എന്ന് പറയുവാൻ ബാലനായ സാമുവേലിനെ പഠിപ്പിച്ച പുരോഹിതനായ ഏലിയായെ പോലെ നാം ഓരോരുത്തരും നമ്മുടെ കടമ നിർവഹിക്കണം. ഇടവയാകുന്ന വഴി ദൈവവിളിയാകുന്ന നിധികൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. ആ ദൈവങ്ങൾ കണ്ടെത്തുവാനും പ്രോത്സാഹിപ്പിക്കുവാനും നമുക്ക് സാധിക്കണം. പലപ്പോഴും അച്ഛനാകുവാനോ സിസ്റ്ററാകുവാനോ തന്നെയുള്ള ആഗ്രഹം കുട്ടികൾ തുറന്നു പറയണമെന്നില്ല. ഇക്കാര്യത്തിൽ ചിലർക്ക് മടിയും നാണവും ഭയവും ഉണ്ടാകാൻ സ്വാഭാവികമാണ്. ദൈവവിളിയുടെ സാധ്യത കണ്ടെത്തുവാനും കുട്ടികളെ അതിനായി പ്രചോദിപ്പിക്കുവാനും വികാരിച്ചന്മാർ വഴി അതിരൂപത ദൈവവിളി പ്രോത്സാഹന വിഭാഗവുമായി അവരെ ബന്ധപ്പെടുത്തുവാനും നമ്മൾ ശ്രദ്ധിക്കണം. തൃക്കാക്കരയിലുള്ള നമ്മുടെ അതിരൂപത മൈനർ സെമിനാരിയിലും വിവിധ മേജർ സെമിനാരികളുമായി 132 പ്രദേശ് നമ്മുടെ അതിരൂപതയ്ക്ക് വേണ്ടി വൈദിക പരിശീലനം ഇന്ന് നേടുന്നുണ്ട്. അതോടൊപ്പം വിവിധ സന്യാസ സഭകളുടെ പരിശീലന കേന്ദ്രങ്ങളിലും നമ്മുടെ അതിരൂപതയുടെ ധാരാളം മക്കൾ സന്യാസത്തിനും പൗരോഹിത്യത്തിനും ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് സന്തോഷം നൽകുന്ന കാര്യമാണ്. ആഗോള കത്തോലിക്ക സഭയ്ക്ക് ഏറ്റവും അധികം വൈദികരെയും സന്യസ്തരെയും സംഭാവന ചെയ്ത രൂപതകൾ മുൻനിരയിലാണ് നമ്മുടെ അതിരൂപതയുടെ സ്ഥാനം എന്ന സത്യം അഭിമാനപൂർവ്വം നമുക്ക് അനുസ്മരിക്കാം. പൗരോഹിത്യത്തിലേക്കും സന്യാസത്തിലേക്കും നമ്മുടെ മക്കളെ വിളിക്കണമെന്നത് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ദൈവവിളികൾ കണ്ടെത്തുവാനും പ്രോത്സാഹിപ്പിക്കുവാനും താല്പര്യമുള്ള കുട്ടികളെ അതിനായി ഒരുക്കുവാനും നമ്മൾ ശ്രമിക്കണം. ദൈവവിളി പ്രോത്സാഹനത്തിനായി ക്യാമ്പുകളും ക്ലാസുകളും ഇടവക കേന്ദ്രീകരിച്ചുള്ള പ്രോഗ്രാമുകളും നമ്മുടെ അതിരൂപതയിൽ നടക്കുന്നുണ്ട്. ഇവയിൽ പങ്കുചേരുവാൻ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുകയും പ്രത്യേകിച്ച് അവധിക്കാലങ്ങളിൽ നടക്കുന്ന ദൈവവിളി ക്യാമ്പുകളിലേക്ക് താല്പര്യമുള്ള കുട്ടികളെ പറഞ്ഞുവിടുകയും ചെയ്യുക എന്നത് നമ്മുടെ കടമയാണ്. ഇന്ന് കുടുംബങ്ങളിൽ മക്കളുടെ എണ്ണം കുറവായതുകൊണ്ട് സെമിനാറിൽ ചേരുവാനോ മഠത്തിൽ ചേരുവാനോ താല്പര്യം പറയുന്ന കുട്ടികളെ മാതാപിതാക്കൾ തന്നെ നിരുത്സാഹപ്പെടുത്തുന്ന സാഹചര്യമുണ്ട്. അതോടൊപ്പം സഭയിലും സമൂഹത്തിലുള്ള പ്രശ്നങ്ങളുടെ പേരിലും ദൈവവിളി സ്വീകരിക്കുന്നതിൽ നിന്ന് കുട്ടികളെ പിന്തിരിപ്പിക്കുവാൻ മാതാപിതാക്കളും ബന്ധുക്കളും ശ്രമിക്കുന്നതായി കണ്ടിട്ടുണ്ട്. പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും വിലയിരുത്തി നമ്മുടെ മക്കൾക്ക് ലഭിക്കുന്ന ദൈവവിളിയെ ഒരിക്കലും നിരുത്സാഹപ്പെടുത്തരുത്. പ്രതികൂല സാഹചര്യങ്ങൾ നടുവിലും ദൈവവിളിയോട് വിശ്വസ്ത പുലർത്തി വിശുദ്ധിയോടെ ജീവിക്കുന്ന അനേകം വൈദികരും സന്യസ്തരും സഭയിൽ ഉണ്ടെന്ന സത്യം നമ്മൾ മറക്കുകയും ചെയ്യരുത്. ഈശോ എല്ലാവരെയും ചേർത്ത് നിർത്തി തന്നെ സമീപിച്ചവർക്കെല്ലാം സൗഖ്യവും സ്നേഹവും സന്തോഷവും സമാധാനവും നൽകി തന്റെ ശരീരവും രക്തവും വഴി ലോകത്തിന് രക്ഷ നൽകുകയും മനുഷ്യകുലത്തിന് ദൈവരാജ്യത്തിലേക്കുള്ള വഴി തുറക്കുകയും ചെയ്തു. ഈ രക്ഷയുടെ സുവിശേഷം പ്രഘോഷിക്കുവാനും ജീവിക്കുവാനും അതുവഴി മുറിവേറ്റ ഹൃദയങ്ങളിലേക്ക് സൗഖ്യവും സ്നേഹവും സന്തോഷവും
സമാധാനവും ഒഴുകുവാനും ഈശോയ്ക്ക് പുരോഹിതരെയും സന്യസ്തരെയും ആവശ്യമുണ്ട്. ഈശോയുടെ വിളിയോട് നമ്മുടെ മക്കൾ പ്രത്യുത്തരിക്കുന്നതിനായി നമുക്ക് പ്രാർത്ഥിക്കാം, അവരെ പ്രോത്സാഹിപ്പിക്കാം. ഈശോ നിന്നെ വിളിക്കുന്നു എന്ന കാര്യം ഒരാളെ അറിയിക്കുകയും ഈശോയെ കണ്ടുമുട്ടുവാൻ അയാളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതിനേക്കാൾ മനോഹരമായ മറ്റെന്താണ് ഒരാൾക്കായി നമുക്ക് ചെയ്യുവാൻ കഴിയുന്നത്? ദൈവവിളികൾ കണ്ടെത്തുവാനും പ്രോത്സാഹിപ്പിക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. നിങ്ങൾ എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയുടെ തിരുഹൃദയത്തിന് സമർപ്പിക്കുന്നു. സ്നേഹാശംസകളോടെ ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനി, എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വേണ്ടിയുള്ള മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരി. നിങ്ങൾ എന്നെ അനുഭവിക്കുവിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. എല്ലാവരും ചെയ്തുകൊണ്ട് ശിഷ്യന്മാരെ വിളിച്ച കർത്താവേ, അങ്ങേക്ക് വേണ്ടി ആത്മാക്കൾ നേടുവാൻ അനേകം യുവതിയുവാക്കന്മാരെ ഞങ്ങളുടെ ഇടയിൽ നിന്ന് വിളിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്റെ ഏറ്റവും വലിയ സഹോദരന്മാരിൽ ഒരുവരെ നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന് അവരുടെ ചെയ്ത കർത്താവേ, ആർദ്രരും ആത്മഹീനരുമായവർക്ക് അങ്ങയുടെ നാമത്തിൽ അത്താണിയാകുവാൻ അനേകരെ പൗരോഹിത്യ സന്യാസ ജീവിതത്തിലേക്ക് വിളിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സുവിശേഷം മൂല്യങ്ങൾ അധിഷ്ഠിതമായ കുടുംബ ജീവിതത്തിലൂടെ ഞങ്ങൾ എല്ലാ കുടുംബങ്ങളും ദൈവവഴിയുടെ വിടനങ്ങളായി മാറുവാൻ ഇടവരുത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവവഴി സ്വീകരിച്ച് ഞങ്ങൾ ഇടവകയിൽ നിന്ന് പ്രേക്ഷകരങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാ സന്യാസരെയും വൈദികരെയും അങ്ങയുടെ ആത്മാവിൻ ചൈതന്യത്താൽ നയിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ സഭയുടെ നേതാവായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാറിയോ പൊന്നാമൻ പാപ്പാൻ, ഞങ്ങളുടെ സഭയുടെ പിതാവ് തലവനുമായ ഞങ്ങളുടെ പത്രാപുരത്തിനും കാര്യമായ ദിവസം പത്രാപുരത്തെയും മറ്റെല്ലാ പത്രാന്മാരെയും ആർക്കെ നമ്മൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ മിശിഹായെ, നിന്റെ കൃപയാൽ ഞങ്ങൾ എല്ലാവരെയും രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പാവനം ഞങ്ങൾ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥനായ തനിക്ക് വാസമുദ്രത്തിൽ നമ്മുടെ കരങ്ങളുടെയും പാപങ്ങളുടെയും കഴികളയുടെ
ആവശ്യങ്ങൾ നമുക്ക് സമർപ്പിക്കാം. എല്ലാ വൈദികരെയും വൈദിക സന്യാസികളെ സ്വീകരിച്ച് യാത്രയായിരിക്കുന്നവരെയും പ്രത്യേകമാവിധം തമ്പുരാനിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങയുടെ ആദ്യമായ നേതൃത്വത്തിൽ എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അനുഗ്രഹാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാനത്തിന്റെയും ഓർമ്മയാചരിക്കുവാൻ കൽപ്പിക്കുന്ന മിശിഹാവഴി പിതാവായ ദൈവം തന്നെ ഈ കുർബാന നമ്മുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഞങ്ങൾ കർത്താവായ ദൈവമേ അങ്ങയുടെ കൽപ്പനയനുസരിച്ച് മിശിഹായുടെ സ്വർഗത്തിൽ നിന്നുള്ള മഹത്വപൂർണമായ രണ്ടാമത്തെ ആഗമനം വരെ അവിടുത്തെ വിശുദ്ധ ബലിപീഠത്തിന്മേൽ സുദൃഢവും പരിശുദ്ധവും ശിവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ സജ്ജീകരിക്കപ്പെടുന്നു. അവിടേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദിവ്യരൂഹായും സ്തുതിയെന്നും ദൈവാഭികയെയും യോസേപ്പിനെയും സകലമോർത്തിനാ പവനം ഇവരെയും സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ചെയ്തു. അവരുടെ പിതാവിനെ പാർത്തിരിക്കുന്നു, മരിച്ചവരെയും ജീവിക്കുന്നവരെയും അവിടുത്തെ വീട്ടിൽ പരിപാലിക്കുന്നു. പിതാവിന്റെ സംഖ്യാമായ ഏകപരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഏകോപരിശുദ്ധവും സാങ്കേതികമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ശരീരത്തിലെ വിദ്യാഭ്യാസങ്ങളെ ഏറ്റുപറയുകയും ചെയ്യുന്നു. എന്റെ സഹോദരി സഹോദരന്മാരെ, ഈ കുർബാനായ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഈ കുർബാന സ്വീകരിക്കട്ടെ. അങ്ങേ ലോകം
അങ്ങയുടെ പ്രിയപുത്രന്റെ ശരീരങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാനും സ്വീകരിക്കുന്നവരാകുവാനും എളിയവരും പാപികളുമായിരുന്നേറ്റും ഞങ്ങളെ അങ്ങ് കാരുണ്യാദ്രതാൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. സത്യത്തിന്റെയും നാഥനായ ദൈവത്തിന് ഈ കുർബാന അർപ്പിക്കപ്പെടുന്നു. പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തെ സ്വർഗവാസികളെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങളും അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവേന്മാരോടും ശ്രാപ്പേന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് ഞങ്ങളും ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. സർവാധിനാഥൻ
നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗ്ഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിൽ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. നിങ്ങൾ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങനെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥന സഹായം പ്രത്യേകം ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും കുടുംബാംഗങ്ങൾക്കും വേണ്ടിയും ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും ഞങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും അങ്ങനെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന അയോഗ്യരായ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയും കർത്താവേ അങ്ങേ കുർബാന സ്വീകരിക്കണമേ. പരിശുദ്ധാത്മാവും എഴുന്നള്ളി വരട്ടെ. അങ്ങനെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവർത്തിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൂർവ്വതയ്ക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയും അങ്ങേ പ്രീതിപ്പെടുത്തിയ എല്ലാവരുടെ ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ എന്നിൽ ധരിയണമേ, പാപങ്ങൾ പൊറുക്കേണമേ, ഘോരമായെന്റെ അപരാധങ്ങൾ സദയം നാഥ പൊറുക്കേണമേ. അറിയുന്നു ഞാൻ
സജീവവും ജീവദായകവുമായ ഈ തിരുശരീരവും തിരുരക്തവും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവത്തോട് ഞാൻ ചോദിച്ചെല്ലാം എനിക്ക് ലഭിക്കും എന്നുള്ള വിശ്വാസത്തോടുകൂടി അവർ വിളിച്ചപേക്ഷിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നമ്മെല്ലാവരിലും സമ്പൂർണമാകട്ടെ. മിശിഹായുടെ ശരീരവും
ഒപ്പത്തിൻ രൂപത്തിൽ വന്ന് സക്കാരി തന്നിലാണീടണി സ്ത്രീകളാ സെന്റ് ജോസഫ് ആൻഡ് സെന്റ് മേരീസ് സ്കൂൾ സമർപ്പണം 940 രൂപ. 9ാം ക്ലാസ് വിദ്യാർത്ഥികളും മാതാപിതാക്കൾ അധ്യാപകരും സെന്റ് ജോർജ് കുടിയിലെ കാഴ്ചമർപ്പണം സെന്റ് ജോർജ് യൂണിറ്റ് മാസത്തിൽ 7350 രൂപ. സെന്റ് ജൂഡ് യൂണിറ്റ് ഇന്ന് 4 മണിക്ക് ത്രേസ്യാമ മാത്യു കരിമാതളത്തിലെ വസതി വിളിച്ചു. സെന്റ് ജോർജ് യൂണിറ്റ് 5 മണിക്ക് പള്ളി പൊള്ളി വെച്ചും കൂടുന്നതാണ്. സെന്റ് ജോർജ് യൂണിറ്റ് എല്ലാ ഭാഗങ്ങളിലും
വരങ്ങളുടെ പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. 2-3 മാസമായിട്ട് കുടുംബ യൂണിറ്റ് നടക്കുന്നില്ല. കുടുംബ യൂണിറ്റിനെ കുറിച്ച് ഒരു പുനർവിചിന്ത നടത്തുന്നതിനും ഉചിതമായ തീരുമാനമെടുക്കുന്നതിനുമായിട്ട് എല്ലാവരും പള്ളി ഹോളിൽ ഇന്ന് 5 മണിക്ക് എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കഴിഞ്ഞ ആഴ്ച അറിയിച്ചതുപോലെ ചുവക്കോടിയിലെ തുസ്റ്റിജോ എന്ന 12 വയസ്സുള്ള കുട്ടിയുടെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷന് ആയിട്ട് സഹായിക്കുവാനായിട്ട് നിർവചനങ്ങൾ പള്ളിയുടെ പുറത്തുണ്ടാകും. അതുവഴി സഹായിക്കണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ഓഗസ്റ്റ് 31 ഞായറാഴ്ച എല്ലാ മാതാപിതാക്കന്മാർക്കുമായിട്ട്, പ്രത്യേകിച്ച് കാറ്റീസം മാതാപിതാക്കന്മാർക്കായിട്ട് ഒരു ക്ലാസ് ഉച്ചതിരിഞ്ഞ് 3 മണി മുതൽ 5 മണി വരെ ഒരുക്കിയിട്ടുണ്ട്. എല്ലാവരും എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അടുത്ത ഞായറാഴ്ച കാറ്റീസം ഇൻസ്പെക്ഷൻ ഡേയാണ്. കുട്ടികളെ ഒരുക്കി സമയത്ത് തരപ്പെടണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഓഗസ്റ്റ് 15 രാവിലെ 6:30, വൈകിട്ട് 6 മണിക്ക് വിശുദ്ധയും കുർബാനയുണ്ടായിരിക്കും. 3:30 കുർബാനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കടകളുടെ മോചനത്തിനായി അങ്ങ് കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സകലത്തിന്റെയും നാഥായി നീക്കും. മനുഷ്യബന്ധത്തിന് പ്രത്യാശയായ മിശിഹായി സുദരവും പരിശുദ്ധവും ശിവദായകവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായി ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥായി നീക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി.